വെൽക്കം ടു കുമരകം ഡേ 2. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ വേറെ വീട്ടിലായിരുന്നു. ഇങ്ങോട്ട് നോക്കി എല്ലാവരും. എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ പോകാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ടൊക്കെ മറ്റേ ബൈജുനാരെ പോലെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പോണ വഴിക്ക്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നത് വെച്ചാൽ ബോട്ടിങ്ങിനാണ്. KTDCയിലെ ബോട്ടിംഗ് ആണെങ്കിൽ 700 സംതിങ് രൂപയ്ക്ക് നമുക്ക് ബോട്ടിംഗ് കിട്ടും. പുറത്തുനിന്നാണെങ്കിൽ 1000 സംതിങ് വരും. പിന്നെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലായത് കാരണം നമ്മൾ KTDCയിൽ തന്നെ ബുക്ക് ചെയ്തു. പിന്നെ ഇതല്ലാതെ നമുക്ക് മറ്റേ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു നേരത്തിനോ അല്ലെങ്കിൽ ഒരു നൈറ്റിനോ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യാം. ആസ് പെർ ദ ടൈം എത്ര എടുക്കുന്നു ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് കാശ് അതിനനുസരിച്ച് അവർ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹൗസ് ബോട്ട്സും ബുക്ക് ചെയ്യാം കേട്ടോ. ഈ കായൽ പശ്ചാത്തലമാക്കി ഇതിന്റെ സൈഡിലൂടെ ഒരുപാട് റിസോർട്ട്സ്, നമ്മുടെ KTDCയുടെ പോലെ തന്നെ റിസോർട്ട്സ് വേറെ ഉണ്ട്. കോക്കനട്ട് ലഗോ എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് ഉണ്ട്, അത് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ പല സിനിമകളും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ബോട്ടിലെ ഡ്രൈവർ നമ്മളോട് ചോദിച്ചു, വേമ്പനാട്ട് കായലിന്റെ മെയിൻ ഇതിലോട്ട് പോകണോ അതോ കുറച്ചപ്പുറത്ത് കുറച്ച് ആമ്പലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങോട്ട് പോകണോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചാടി കയറി ആമ്പലുള്ള സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞു. കാരണം മലരിക്കൽ മറ്റേ ആമ്പൽ വസന്തം കാണണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. അപ്പം ഇവിടുന്നെങ്കിലും കാണാമെന്നുള്ള തീരുമാനത്തിലായി. ഈ കാണുന്നതൊക്കെ ഞാൻ പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ റിസോർട്ട്സ് ആണ്. നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ KTDCയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ കായൽ ഫേസ് ചെയ്യുന്ന റിസോർട്ട്സ് ബുക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിസ്മയത്തുമ്പത്ത് എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അതാ ഈ സംഭവം തന്നെ ഈ ഹോംസ് ആ പടത്തിൽ ഉണ്ടെന്നാണ് എന്നോട് ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെ പോകാൻ നല്ല രസമായിരുന്നു. ഈ ഒരു ബോട്ട് റൈഡ് ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി ഹൗസ് ബോട്ട് ആലപ്പുഴയിൽ നിന്ന് പോയിട്ടുണ്ട് മുമ്പ്. അത് കാരണം ഹൗസ് ബോട്ടിൽ പോകണമെന്നൊരാഗ്രഹം തോന്നിയില്ല. പിന്നെ KTDC ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ബോട്ടിങ് മതിയെന്ന് തീരുമാനിക്കുമായിരുന്നു. അമ്പലം ഉണ്ടാക്രാന്തത്തിൽ ഞാൻ കുറച്ച് തലകുത്തി നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് വേറെ കാര്യം. കേരളത്തിലെ ബേർഡ് സാഞ്ചുറി തട്ടേക്കാട് കുമരകത്തായതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ ബേർഡ് സാഞ്ചുറി ആയിരുന്നു. അത് ഈ KTDC റിസോർട്ടിന്റെ ജസ്റ്റ് എൻട്രൻസിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഞങ്ങൾ പിന്നെ കുറെ അധികം നോക്കേണ്ടി ഒന്നും വന്നില്ല. പക്ഷെ ഒരു സംഭവം നമ്മളിവിടെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. കാക്കക്കുഞ്ഞിനെ പോലും സ്പോട്ട് ചെയ്യാൻ പറ്റാത്ത ഞങ്ങൾ നേരെ പോയത് തണ്ണീർമുക്കം ഭംഗിക്കായിരുന്നു. അതും ഭയങ്കര ഭംഗിയോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എനിക്കങ്ങനെ അത്ര ഭയങ്കര അട്രാക്ഷൻ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ടുള്ള രീതിയും അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നല്ല കുഴപ്പമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചത്. കുമരകത്തിൽ നിന്ന് ആകെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കുള്ള മെയിൻ കാര്യങ്ങളാണ് ഫുഡും. ആരോ കമന്റിൽ ചോദിച്ച പോലെ ഫുഡ് അടിക്കാനാണോ പോയത് ചോദിച്ച പോലെ ഫുഡ് അടിക്കാനും പോവാം. പിന്നെ ബോട്ടിങ്ങിനും ഈ ബോട്ടിങ് സർവീസാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്.
അടുത്തത് നമ്മൾ ഇതിൽ ബോട്ടിങ് എടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ചെറുതായൊക്കെ നമ്മൾ പേടിക്കും. കാരണം ഒരു ഡാമിൻ്റെ ഒക്കെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുതായൊന്നും കിടുന്നില്ല. കാരണം ഫുൾ വെള്ളം. പിന്നെ നേരെ അങ്ങോട്ട് കടലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വലിയ ജലാശയത്തിനുള്ളിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. ചെറുതായി ഒന്ന് പേടിച്ചു. പക്ഷെ അയാൾ അധികം അങ്ങോട്ട് പോവുകയും ചെയ്തില്ല. എന്നിട്ട് തിരിച്ചു. പിന്നെ ഇതിന്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് തേംസ് നദിയുടെ അതേപോലെ ചെയ്തിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അതോ സത്യമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അതിന്റെ റെഗുലേറ്റർ അങ്ങനെ എടുത്ത് തിരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. കുറച്ച് വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ആക്ച്വലി ഞാൻ ഇത് പറയാൻ കുറേ ഉണ്ട്. ഇത് മത്സ്യഫെഡ് ഫാമാണ് വൈക്കത്തുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെ മാംഗ്രൂവ് ഫോറസ്റ്റിന് അങ്ങോട്ട് ഒരു ബുക്കിംഗ് ഉണ്ട്, ഭൂമിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ വായിച്ച ഒരു ഇതിൽ ഞങ്ങൾ വൈക്കത്തിലേക്ക് പോയതാണ്. പിന്നെ അവിടെ പെഡൽ ബോട്ടിങ്, കൊട്ടവഞ്ചി ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിരുന്നു. പക്ഷെ എന്നാലും ഈ ആളിപ്പോൾ ഓടിക്കുന്ന ആളില്ലേ, അയാൾ വന്നതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്ററായി. കാരണം ഇവർക്ക് തീരെ മീൻസ് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മളോട് പറയണം കൊട്ടാഞ്ചിക്ക് എടുത്ത് നിങ്ങളങ്ങോട്ട് ഓടിച്ചോ എന്നൊക്കെ പറയും. നമുക്ക് കൊട്ടാഞ്ചിയൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ മറ്റേ പെഡൽ ബോട്ടിങ്ങൊക്കെ ഫൈനാണ്. പക്ഷേ ഇങ്ങനെ നല്ലൊരു വൈബുള്ള ഒരാളായത് കാരണം ഇയാളെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതിനുള്ളിൽ കയറി ഒന്ന് പിന്നെ അപ്പ് പഠിച്ചു കൊട്ടവഞ്ചി. കാരണം അയാൾ ഒറ്റയ്ക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഓൾ ടുഗദർ ഫുഡ് ആവറേജ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഈ കൊട്ടവഞ്ചിയിൽ ശരിക്കും നമ്മൾ ഇങ്ങനെ നല്ല പോവുക, എന്നാലും പോകാൻ പറ്റി എന്നൊക്കെ പറയാം നല്ല രീതിയിൽ. നിങ്ങളാരും ഇങ്ങോട്ട് വരണം എന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അവിടെ കോളേജ് രണ്ട് പെൺകുട്ടികളല്ലേ? രണ്ടുപേരും പഠിക്കുമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അച്ഛതൊന്നും ചെയ്യേണ്ടി വരില്ലല്ലോ. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞോളെ അടിപൊളി. UK ഒക്കെ കാണാം അടിപൊളിയായിട്ട്. കുറച്ച് വർക്കൊക്കെ അറിയേ. ഞാൻ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്ത. ഓ അത് ശരി. ഹലോ മിസ്റ്റർ ആമി. എന്താ വിളിച്ചാ? കൊച്ച് വർക്ക് ചെയ്യണം. ചേട്ടാ ഒരു ഹായ് പറഞ്ഞോളൂ. ചിലപ്പോൾ ഞാൻ യൂട്യൂബിലിടും. ഹായ്. വണ്ടി നമ്മൾ പ്രതീക്ഷിച്ച ഒരു പുള്ളിങ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ ആഞ്ഞ് ചവിട്ടി നോക്കിയാലും നമ്മുടെ അത്ര അങ്ങോട്ട് നീങ്ങണമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഓക്കെ വെച്ചു. കുട്ടിത്തം, ഉള്ളിലെ കുട്ടിത്തം പുറത്തു വന്നിരിക്കുകയാണ്. ഊഞ്ഞാലാടുന്ന 70 വയസ്സായ അച്ഛൻ. കണ്ട ചർമ്മം തോന്നുന്നില്ല. അച്ഛൻ്റെ വൃദ്ധബാലൻ ഇവിടെ ഉണർന്നിരിക്കുകയാണ്. കോമഡിയാവും യഥാർത്ഥ സ്ഥാനത്ത്. ഇവിടെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ റിസോർട്ടിലേക്ക് തന്നെയായിരുന്നു. കാരണം ഇന്നലെ പൂളിൽ കയറാൻ പറ്റിയില്ല. അപ്പം ഇന്ന് പൂൾ ആഘോഷിച്ചിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം വിചാരിച്ചു. എന്തും പോലെ വൈകുന്നേരത്തെ സായനം കാണാൻ അവിടെ എത്തി. ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. അത് പൂളിൽ പോവുകയാണ്. ഇവിടെ ഇൻഫിനിറ്റ് പൂൾ ഉണ്ട്. അടിപൊളിയാണ്. സൺസെറ്റും പൂളും കൂടെ ആയിട്ട് അടിപൊളിയാണ് സംഭവം. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തോളൂ ഇവിടെ വന്നിട്ട്. അങ്ങനെ പൂളിൽ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ നേരെ പോണത് ഫുഡ് അടിക്കാൻ കള്ള് ഷോപ്പിലേക്കാണ്. ഇവിടെ അടുത്ത് തറവാട് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ തറവാട് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. അവിടേക്ക് പോയി അവിടുത്തെ ഫുഡ് കിടു ആയിരുന്നു. അതൊന്നും പറയല്ല. ഒരിത്തിരി ഫ്രഷ് കള്ള് വാങ്ങിച്ചു. എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിട്ടോ. അവിടെ കിട്ടാവുന്ന കരിമീൻ പൊള്ളിച്ചത്, ക്രാബ്, ലോബ്സ്റ്റർ എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വലുതായിട്ട് കാശായതുമില്ല, പക്ഷെ നല്ല ടേസ്റ്റി ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്.
ചെന്നിട്ട് പറഞ്ഞ പോലെ ഉണ്ടല്ലേ. ഇതോടുകൂടി നമ്മുടെ ഡേ 2 വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഡേ 3 വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.